കേരളത്തിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ ഇപ്പോഴും CPM-ന്റെ അകത്ത് തന്നെ. മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തുണ്ട്. പക്ഷെ CPM എന്താണ് ചെയ്യുന്നത്? സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും പഴയ ഒരു ഫോട്ടോ കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പ് രാഷ്ട്രീയം. സ്വർണ്ണക്കൊള്ളക്കേസ് ഒരു ചെറിയ വിഷയമല്ല. അത് കേരളത്തെ ഞെട്ടിച്ച വലിയൊരു വിഭാഗം വിശ്വാസികളുടെ വിലമതിക്കാനാകാത്ത ഭക്തിയുടെ വിഷയമാണ്. ഈ കേസിൽ പ്രതികൾ ജയിലിൽ കിടക്കുമ്പോഴും CPM-ഉം സർക്കാരും അവരോടൊപ്പമാണ്. അവർ ഇപ്പോഴും പാർട്ടിയുടെ അകത്ത് തന്നെ തുടരുന്നു. പക്ഷെ CPM ചോദിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾക്ക് ധാർമ്മികതയുണ്ടോ? സോണിയാഗാന്ധിയോടൊപ്പം എടുത്ത ഒരു ഫോട്ടോ കാണിച്ച് കോൺഗ്രസ് കുറ്റക്കാരാണ് എന്ന വിധത്തിൽ പ്രചരിപ്പിക്കുന്നു. ആ ഫോട്ടോ എടുത്തത് കുറ്റാരോപിതൻ ആകുന്നതിന് മുമ്പാണെന്നത് ഇവർ മനഃപൂർവ്വം വിസ്മരിക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണമില്ലാത്ത കോൺഗ്രസിന് കുറ്റവാളികളെ മുൻകൂട്ടി കണ്ടെത്താൻ സംവിധാനങ്ങളില്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഇന്റലിജൻസ് അന്വേഷണ ഏജൻസികളും ഉണ്ടായിട്ടും സ്വർണ്ണക്കൊള്ളയിലെ പ്രതി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ എങ്ങനെ പങ്കെടുത്തു എന്ന് അല്ലെങ്കിൽ പങ്കെടുക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലേ? ഇവരാണ് കുറ്റാരോപിതനാകുന്നതിന് മുമ്പുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ഫോട്ടോ കാണിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത്. ഇവരാണ് ഇന്ന് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുന്നത്. കുറ്റാരോപിതനാകുന്നതിന് മുമ്പുള്ള ഫോട്ടോയും ജയിലിൽ കിടക്കുന്ന പ്രതികളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയവും ഒരുപോലെയാണോ? ഒരു ജനാധിപത്യ പാർട്ടിക്ക് ധാർമ്മികത ഉണ്ടെങ്കിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, രാഷ്ട്രീയ സംരക്ഷണം അവസാനിപ്പിക്കണം. പക്ഷെ CPM എന്താണ് ചെയ്യുന്നത്? വിമർശകരെ വേട്ടയാടുന്നു, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ജനങ്ങളുടെ കണ്ണിൽ പൊടി വിതറുന്നു. ഇന്ന് കേരള ജനത ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, ആരാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത്? കോൺഗ്രസ് നേതാക്കളുടെ ഫോട്ടോ കാണിച്ച് നാടകമാടുകയല്ലേ CPM? അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെയും പാർട്ടിയിൽ സംരക്ഷിക്കുന്ന CPM-ഉമല്ലേ യഥാർത്ഥ കുറ്റവാളികൾ? സത്യം കേരളം അറിയണം.